റൈസ് ക്ലബ് ഈ പേര് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറയായി. എന്താണ് ഈ സംഭവം? സുഹൃത്തുക്കളായ രണ്ട് മച്ചന്മാരുടെ കഠിന പ്രയത്നം, പ്ലാനിങ്ങും പാഷനും. ചായ കുടിച്ചു നോക്കി എന്നെ പ്രത്യേകത തോന്നുന്നുണ്ട് ചായക്ക്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറയും പോലെ നമ്മുടെ മച്ചന്മാരുടെ ചായക്ക് ഉണ്ട് ഒരു കഥ പറയാൻ. ഞാൻ ഒരുപാട് കഥയൊന്നും പറയുന്നില്ല, നിങ്ങൾ പോയി നോക്കും മക്കളെ. ഡിസേർട്ടിൽ തുടങ്ങി മാംഗോ സാഗോ പുഡിംഗ്. തുടക്കം നല്ല കിഡ്ലോസ്കി ആയിട്ടുണ്ട്. ഒരുപാട് നാളത്തെ പ്ലാനിംഗ് ഉണ്ടെന്ന് ഇന്ത്യയിൽ കണ്ടെത്തുന്നത് നമുക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് വേഗം അട്രാക്ട് ചെയ്ത അവരെ പുതിയ ഐറ്റമായ ഹെർബൽ സീ ഫുഡ് ആണ് കേട്ടോ. പച്ചക്കുരുമുളകും പുതിനയും നാടൻ മസാലയും ബ്ലെൻഡ് ചെയ്ത സോസിൽ വന്ന സീ ഫുഡ് ഹെർബൽ ഐറ്റം. കൂടെ കിടിലൻ ക്വാണ്ടിറ്റിയിൽ നല്ല ഗീ റൈസും കൂടെ നല്ല കപ്പയും. രണ്ടും നല്ല ജിംബ്രൂട്ടന്മാർക്ക് കഴിക്കാം, അല്ലെങ്കിൽ 3 പേർക്കും കഴിക്കാട്ടോ. പെടക്കണ ഞണ്ടും കൂന്തളും കല്ലുമ്മക്കായയും ചെമ്മീനും. വേടം പറഞ്ഞു കടലമ്മ കരയിലാണ് പറ്റുന്നത്. എനിക്ക് തോന്നി റൈസ് ക്ലബിലാണ് ഇത് ഫുള്ളും പറ്റിട്ട് എന്നുള്ളത്. അത്രക്ക് അടിപൊളിയാണ്. നാട്ടിൽ മൊത്തം വേടാൻ ഇപ്പൊ തരംഗാണ്. UK റൈസ് ക്ലബിൽ തരംഗാവാൻ പോകുന്ന ഐറ്റം ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പൂ പോലുള്ള നല്ല ഗീ റൈസ് ഉണ്ടെങ്കിലും കിഡലോസ്കി കോമ്പിനേഷൻ കപ്പയും നമ്മുടെ മച്ചാനും കേട്ടോ. നമ്മൾ പിന്നെ ഓർഡർ ചെയ്ത് നല്ല പോംഫ്രെറ്റ് തവ ഫ്രൈ ആണ് കേട്ടോ. കൂടെ അവരുടെ മാസ്റ്റർ പീസ് ആയിട്ടായ നല്ല ചിക്കൻ ദം ബിരിയാണിയും. നമ്മുടെ കുറിച്ച് കാന്താരിമ പിടിച്ചുട്ടോ. വിരിഞ്ഞി ഞെരിഞ്ഞി പൊരിഞ്ഞ നല്ല തവ ഫ്രൈ. കടലാക്രമണം നടന്ന പോലെ ഇവിടെ ആക്രമണം നടക്കുന്നതിന് മുമ്പ് നമ്മളേറി അങ്ങോട്ട് പിടിച്ചു. പിന്നെ ഒന്നും കണ്ടില്ല. ഇന്ത്യയാണോ പാകിസ്ഥാനാണോ ചൈനയാണോ ജപ്പാനാണോ കൊറിയയാണോ എല്ലാവരും കൂടി കടലാക്രമണം. ഗുണമോ മെച്ചം വിലയോ തുച്ഛം എന്ന് പറഞ്ഞ പോലെയാണ് ഇവരുടെ ഫുഡിന്റെ ക്വാളിറ്റി. റൈസ് ക്ലബിന് മാത്രം അറിയാവുന്ന ഒരു രഹസ്യക്കൂട്ടുണ്ട് ഇവരുടെ ബിരിയാണിക്ക് പിന്നിൽ. ഈ ഫ്ലേവർ ഞാൻ ഇതുവരെ ഇവിടെ എങ്ങും കഴിച്ചിട്ടില്ല. ഒന്നായിട്ട് ദം ചെയ്യുന്ന പരിപാടിയല്ല. വെറും 10 ബിരിയാണി ഇതേപോലെ ഓവനിൽ വെച്ചിട്ട് ദം ചെയ്യുന്ന സിസ്റ്റമാണ് അവർ യൂസ് ചെയ്യുന്നത്. കഴിക്കാൻ വരുന്ന ഓരോരുത്തരെയും ഡീപ്പായിട്ട് കസ്റ്റമർ സർവീസ് എക്സ്പീരിയൻസ് കിട്ടുന്ന രീതിയിലാണ് അവരുടെ ബിസിനസ് കേട്ടോ.